നമസ്കാരം. കേരളത്തിലാണ് ആ ചോദ്യം വരുന്നത് എന്നുള്ളത് പ്രത്യേകം ദേശീയ തലത്തിലല്ല. കേരളത്തിൽ മോദിയോ രാഹുലോ ജനപ്രിയൻ. നരേന്ദ്രമോദിക്ക് പിന്തുണ 30.7% പേർ, രാഹുൽ ഗാന്ധിക്ക് 48.5% പേർ. അങ്ങനെ മോദിയേക്കാൾ രാഹുൽ ഗാന്ധി പോപ്പുലറായ അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. മനോരമ ചാനൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ചില സർവേകളൊക്കെ നടത്തും കേട്ടോ. വളരെ രസകരമാണ് അവരുടെ സർവേകൾ. എന്നിട്ട് അവർ തന്നെ അത് വലിയ ആധികാരികമാണ് എന്ന തരത്തിൽ ഷാനിയും അയ്യപ്പദാസും ഒക്കെ നിന്ന് അങ്ങ് സന്തോഷത്തോടെ അറുമാദിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവർ തന്നെ മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത്തവണയും അവർ രാഹുൽ ഗാന്ധിക്ക് ജനപ്രീതി നരേന്ദ്രമോദിയേക്കാൾ കൂടുതലുണ്ട് എന്ന തരത്തിലാണ് അവതരിപ്പിക്കുന്നത് എന്ന് ഓർക്കുക. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ രാഷ്ട്രീയ വശം കൂടി നോക്കേണ്ടത്. ഇവിടെ BJPക്ക് അഥവാ സംഘപരിവാറിന് 20% വോട്ട് ഇതുവരെ ആയിട്ടില്ല. 19% കഴിഞ്ഞ് നിൽക്കുന്നു, 20-ലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ലാസ്റ്റ് അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്കുള്ള ആ വോട്ട് വിഹിതത്തിൻ്റെ കണക്ക് പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൽ നിന്ന് പുറകോട്ട് പോയ കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളിൽ ഇങ്ങനെയൊരു സർവേ നടത്തുമ്പോൾ രാഷ്ട്രീയം വെച്ചിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ നരേന്ദ്രമോദിക്ക് 16% അല്ലെങ്കിൽ പരമാവധി 19% മാത്രം കിട്ടാനേ സാധ്യത ഉള്ളൂ. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് 30% കിട്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ 48% നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് എത്ര ആളുകളുടെ പിന്തുണയുണ്ടോ ബാക്കി മുഴുവൻ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ അവിടെ അത് അയാൾക്ക് കിട്ടിയിട്ടില്ല. ഇനി മനോരമ പറയാത്തൊരു കാര്യം കൂടെയുണ്ട്. മനോരമ ഈ പരിപാടിയൊക്കെ തുടങ്ങുന്ന കുറച്ച് കാലമുണ്ട്, കുറച്ച് പുറകോട്ട് പോകണം. 2019 മുതൽ നമുക്കെടുക്കാം. 2019 രാഹുൽ ഗാന്ധിക്ക് അതായത് ഈ ജനപിന്തുണ എന്നത് ഏതാണ്ട് 78% ആയിരുന്നു. ഓർക്കുക, ഏതാണ്ട് 78%. ബാക്കി എത്രയാണ് ഉള്ളത്? ബാക്കി 22 ഉള്ളത്. ആ 22 പോലും മോദിക്ക് കിട്ടിയിട്ടില്ല. അതിലും വേറെ പലർക്കും കിട്ടിയതിന് ബാക്കിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ വളരെ തുച്ഛമായിരുന്നു ആ സമയത്ത് മലയാളികളുടെ പിന്തുണ നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നത്. അത് 2024 ആയപ്പോൾ അത് 20 മുകളിലേക്ക് വന്ന് വർദ്ധിക്കുന്ന ആ ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ 30%. അതായത് BJPക്ക് പോലും ഇവിടെ വോട്ട് 19% ഉള്ളൂ. അതും കഴിഞ്ഞ് പിന്നെ ഒരു 11%-ഓളം ഈ BJP രാഷ്ട്രീയക്കാരല്ലാത്തവർ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നു. ഇനി രാഹുൽ ഗാന്ധിയുടെ നോക്കുക. രാഹുൽ ഗാന്ധിയുടെ 2019 78 ആയിരുന്നെങ്കിൽ 2024 അത് 62-ലേക്ക് കുറഞ്ഞു. വീണ്ടും ഇപ്പോൾ 2026 ആയപ്പോഴേക്കും അത് 48-ലേക്ക് പിന്നെയും കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ജനപിന്തുണയാണ് ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരുടെ ജനപിന്തുണയാണ് മലയാളികളിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഒറ്റ ഉത്തരവേ ഉള്ളൂ. നരേന്ദ്രമോദിയുടെ ജനപിന്തുണയാണ് ഓരോ വർഷം കഴിയുന്നതോറും കൂടി വരുന്നത്. ഏറ്റവും മുകളിൽ നിന്നിരുന്ന രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണ ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. മനോരമയുടെ തന്നെ ഗ്രാഫാണ്. പക്ഷേ ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് അവർ രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ ജനപിന്തുണ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. യഥാർത്ഥത്തിൽ ജനപിന്തുണയിൽ നിന്നിരുന്ന രാഹുൽ ഗാന്ധി അതിൽ നിന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനർത്ഥം പ്രബുദ്ധ മലയാളികൾ എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് കളിയായും കാര്യമായിട്ടൊക്കെ പറയുന്ന മലയാളികളിൽ ഒരു വിഭാഗത്തിന് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ഇയാൾ വെറും പപ്പുവാണെന്നും അയാളെ കൊണ്ടൊന്നിനും കഴിവില്ല എന്നും മലയാളികളിൽ കുറേയേറെ പേർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അയാളുള്ള ഇഷ്ടം പോവുകയും പകരം 20% താഴെ കിടന്ന നരേന്ദ്രമോദി ഇപ്പോൾ 30-ലെത്തി നിൽക്കുകയും ചെയ്യുന്നത്. ഇത് പക്ഷേ മനോരമ പറയില്ല കേട്ടോ. അവർ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടത്തിൽ മാമമാപ്പിള ഓഡിറ്റോറിയമൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ 11 മണിക്കോ മറ്റോ ആണ് അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ. അവിടെ ഷാനിയുടെ നൃത്യങ്ങളും അയ്യപ്പദാസിൻ്റെ റാപ്പും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ. അവർ ചിലപ്പം അത് നടത്തിക്കളയും.